സുധീർ സാരംഗിയുടെ വീടെന്ന സ്വപ്നം അങ്ങനെ പൂവണിയുകയാണ്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്നൊരുക്കുന്ന എൻ്റെ വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോല് കൈമാറിയിരിക്കുന്നു. എൻ്റെ വീട് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 584ാമത്തെ വീടിന്റെ താക്കോലാണ് കൈമാറിയത്. ഏറാമല ആദിയൂരിലെ സുധീർ സാരംഗി എന്ന ചെറുപ്പക്കാരൻ്റെ ആഗ്രഹങ്ങളിൽ മുന്നിൽ നിന്നതാണ് അടച്ചുറപ്പുള്ള വീട്. എന്നാൽ തുടർച്ചയായി ചികിത്സ ആവശ്യമായി വന്നതോടെ സുധീറിൻ്റെ ജീവിതം താളം തെറ്റി. ആ കുടുംബത്തിൻ്റെ സ്വപ്നമാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമി എൻ്റെ വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാക്ഷാത്കരിച്ചത്. മാതൃഭൂമി ചിറ്റിലപ്പള്ളി എൻ്റെ വീട് പദ്ധതിയിൽ 4 ലക്ഷം രൂപയും പിന്നീട് ഏകദേശം ഒരു 11-12 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാർ പിരിച്ചിട്ടാണ് വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ വീടിൻ്റെ മനോഹരതയെക്കാളും എനിക്ക് മനോഹരമായി തോന്നിയ നാട്ടുകാരുടെ മനസ്സാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു നല്ല മനസ്സ് മലയാളികൾക്കുണ്ട്. പ്രദേശത്തെ RJD പ്രവർത്തകരും നാട്ടുകാരും സഹായവുമായി കുടുംബത്തിനൊപ്പം നിന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനായിട്ടുള്ള സുധീർ സാരംഗിയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു സ്വന്തം മകനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കിടന്നുറങ്ങാനുള്ള ഒരു നല്ലൊരു വീട്. ആ പദ്ധതി ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ശൂന്യതയായിരുന്നു. അങ്ങനെയാണ് മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. എൻ്റെ വീട് പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 584ാമത്തെ വീടിൻ്റെ താക്കോലാണ് കൈമാറിയത്. കോഴിക്കോട് ജില്ലയിലെ 131ാമത്തെ വീട്. കൂടുതൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.